മക്കളെ 2026 നീറ്റ് എക്സാമിനേഷനിൽ നമുക്ക് ഉയർന്ന ഒരു റാങ്ക് നേടണ്ടേ? വെറുതെ നാം NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചു തീർത്താൽ പോരാ, കൃത്യമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും വേണം. ഇനി സ്ട്രാറ്റജിയും പ്ലാനിങ്ങും എന്ന് പറയുന്നത് 25 ലക്ഷം പേര് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു 20 ലക്ഷം പേർക്കും ഇല്ലെങ്കിൽ പോട്ടെ 10 ലക്ഷം പേർക്കും എന്തുണ്ടാവും? സ്ട്രാറ്റജിയും ഉണ്ടാവും, പ്ലാനിങ്ങും ഉണ്ടാവും. കാരണം ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ്, നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നീറ്റ് എക്സാമിനേഷൻ വിൻ ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടോപ്പ് പൊസിഷനിൽ എത്തുന്ന എത്ര പേരാണ്? നമുക്കൊരു 5000 ഓൾ ഇന്ത്യ റാങ്കിൽ എത്തണ്ടേ? എയിംസും AFMCയും ജിപ്മറും ഒക്കെ ടാർഗറ്റ് ചെയ്യണ്ടേ? ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ നേടണ്ടേ? ഇതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി മതിയോ? പോരാ. അവിടെ നാം വിൻ ചെയ്യത്തില്ല, ആരെങ്കിലും ഒക്കെ വിജയിക്കും. നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ആൽഫ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. അതിന് നമുക്കൊരു പേഴ്സണൽ സ്ട്രാറ്റജി വേണമെന്നേ. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആൽഫ അക്കാഡമി ക്രിയേറ്റ് ചെയ്തു തരും. ആൽഫ അക്കാഡമിയുടെ 25 ഇയേഴ്സിന്റെ സെലിബ്രേഷന്റെ പാർട്ടായി നിങ്ങളെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ട പേഴ്സണൽ സ്ട്രാറ്റജിയുമായി ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം എത്തിച്ചേരുകയാണ്. ₹1 പോലും ഫീസ് ഇല്ലാതെ കൃത്യമായി പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് 2026 എൻട്രൻസ് എക്സാമിനേഷൻ വിന്നർ നിങ്ങളായി മാറാം. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ആൽഫയിലേക്കൊന്ന് വിളിക്കുക, വാട്സപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൃത്യമായ സ്ട്രാറ്റജിയും പ്ലാനിങ്ങുമായി ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, കെയർ ചെയ്യും. പഠിക്കേണ്ട രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് അഡ്വൈസുകൾ തരും. കൃത്യമായി മോഡൽ എക്സാമിനേഷൻ എഴുതിക്കും. പഠിച്ചു തീർത്ത പോർഷൻസിനകത്ത് ഡൗട്ട്സുകൾ തീർത്തു തരും. അങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടതെല്ലാം കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലൂടെ, പേഴ്സണൽ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. വെറുതെയല്ല, നല്ല കോൺഫിഡൻസോടെ. അതിന് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഫിസിക്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം. നമുക്കറിയാം 3 സബ്ജക്റ്റ് ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഫിസിക്സ് ആണ് റാങ്കിങ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്, ടഫായിട്ട് മാറുന്നത്, ഒരു മൈനസ് മാർക്കുകൾ വരുത്തി നമ്മളെ കുഴപ്പിക്കുന്നത്. അവിടെയൊക്കെ കൃത്യമായ സ്ട്രാറ്റജി ഫിസിക്സ് പഠിക്കാൻ നമുക്ക് വേണ്ടേ? ബയോളജി നമുക്കറിയാം, എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കും. നീറ്റ് എക്സാമിനേഷൻ ആദ്യത്തെ 1000 റാങ്കുകാരെ എടുത്താൽ, 5000 റാങ്ക് വരെ എത്തുന്ന വിദ്യാർത്ഥികളെ എടുത്താൽ ഇവർക്കൊക്കെ ബയോളജി ഫുൾ മാർക്കായിരിക്കും. ഫിസിക്സ് ആണ് ചലഞ്ചിങ് ആയി മാറുന്നത്. അത് നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ഫിസിക്സിൽ ടോപ്പർ ആകണ്ടേ? യെസ്, ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇനി 5 മാസമുണ്ട്, 150 ഡേയ്സ് ഉണ്ട്. കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഫിസിക്സിനെ ആൽഫ അക്കാഡമി 10 യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് യൂണിറ്റിനകത്ത് 3 ചാപ്റ്റർ: യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ 3 ചാപ്റ്ററുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. വെറുതെ പഠിച്ച് തീർക്കുകയല്ല, സംശയങ്ങൾ തീർത്ത്, കോൺസെപ്റ്റിനെ ക്ലിയർ ചെയ്ത്, ക്വസ്റ്റ്യൻസ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്യും? മോഡൽ എക്സാമിനേഷൻ എഴുതും. അതെ, 3 ചാപ്റ്ററിൽ നിന്ന് ഒന്നാമത്തെ മോഡൽ എക്സാമിനേഷൻ. അതിനുശേഷം 2ാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും പവറും ചേർത്തിട്ടുള്ള 2ാമത്തെ യൂണിറ്റ്. അത് നമ്മൾ കൃത്യമായി ടൈം ബൗണ്ടഡ് ആയി ഡേറ്റുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു തീർക്കും. എന്നിട്ട് അതിന്റെ എക്സാമിനേഷൻ എഴുതും. ദെൻ 3ാമത്തെ യൂണിറ്റ് റൊട്ടേഷൻ, മോഷൻ, ഗ്രാവിറ്റേഷനും നമ്മൾ പോർഷൻസ് പഠിച്ചു തീർക്കും. അതിന്റെയും എക്സാമിനേഷൻ എഴുതും. ദെൻ 4ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എൻ്റർ ആവും. 4ാമത്തെ യൂണിറ്റിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, ഫ്ലൂയിഡ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഇത്രയും ടോപ്പിക്സിന്റെ 4ാമത്തെ യൂണിറ്റ് പഠിച്ചു തീർക്കാൻ കൃത്യമായിട്ട് ഡേറ്റ് തരും. നിങ്ങളെ അസസ് ചെയ്യും. അതിനുശേഷം മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. OMR ഷീറ്റ് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരും. വീട്ടിലിരുന്ന് നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതും. പരീക്ഷകൾ എഴുതി തീർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ വാല്യൂ ചെയ്യും. ഈ വാല്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യും. നിങ്ങൾ കേരളത്തിൽ എത്രാമത്തെ പൊസിഷൻ നിൽക്കുന്നു, ആയിരക്കണക്കിന് കുട്ടികളോടൊപ്പമുള്ള പരീക്ഷകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇതിനുശേഷം 5ാമത്തെ യൂണിറ്റിന്റെ എക്സാമിനേഷൻ, 5ാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചു തീർക്കും. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. 6ാമത്തെ യൂണിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. +1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇയറിന്റെ ഫുൾ ടോപ്പിക്സിന്റെ മോഡൽ എക്സാമിനേഷൻ എഴുതും. 6ാമത്തെ മോഡൽ എക്സാമിനേഷൻ. അതിനുശേഷം 7ാമത്തെ യൂണിറ്റ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പോർഷൻസ് നമ്മൾ പഠിക്കും. അതിനുശേഷം 8ാമത്തെ യൂണിറ്റിൽ കറന്റ്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിക്കും.
ഈ യൂണിറ്റുകളൊക്കെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി പഠിച്ചു തീർക്കേണ്ട സമയവും എക്സാമിനേഷൻ ഡേറ്റുകളും നിങ്ങളെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന് ശേഷം 9ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഈ 9ാമത്തെ യൂണിറ്റ് പഠിച്ചു തീർത്തതിന് ശേഷം അതിൻ്റെ മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. 10ാമത്തെ യൂണിറ്റിൽ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സിൻ്റെയും പോർഷൻസ് നമ്മൾ പഠിക്കും. അതിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. ദെൻ 11ാമത്തെ യൂണിറ്റിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സ്കില്ല്. ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർത്തതിന് ശേഷം അതിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം 12ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിന്റെ ഫുൾ ടോപ്പിക് മോഡൽ എക്സാമിനേഷൻ. അപ്പോൾ 5 യൂണിറ്റ് വീതം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മോഡൽ എക്സാമിനേഷൻ, 10 മോഡൽ എക്സാമിനേഷനും, +1 ഫുൾ ടോപ്പിക് മോഡൽ എക്സാമിനേഷനും, +2 ഫുൾ ടോപ്പിക് മോഡൽ എക്സാമിനേഷനും, 12 മോഡൽ എക്സാമിനേഷനോടെ നമ്മുടെ പോർഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യും. ഇതൊരു സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതിൻ്റെ ഡേറ്റുകൾക്ക് ഇൻ ബിറ്റ്വീൻ കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ പഠിക്കും. അങ്ങനെ 36 മോഡൽ എക്സാമിനേഷൻ എഴുതി ഫുൾ ടോപ്പിക്കുകൾ നമ്മൾ തീർക്കും. അതിനുശേഷം 20 ഫുൾ മോഡൽ എക്സാമിനേഷൻ 2026 വെരി സിമിലർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 20 മോഡൽ എക്സാമിനേഷൻ എഴുതും. അങ്ങനെ 56 മോഡൽ എക്സാമിനേഷൻ എഴുതി നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് 2026 നീറ്റിന്റെ ടോപ്പർ നിങ്ങളെ ആക്കി തീർക്കുക തന്നെ ചെയ്യും. ഇതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, കെയർ ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായി ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കാരണം 25 വർഷമായി ആലപ്പുഴയിലെ സിംഗിൾ സെന്ററിൽ നിന്നും ഏറ്റവും മികച്ച വിജയം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. 5ാമത്തെ റാങ്കും 720-ൽ 710 മാർക്കുകളും ഉൾപ്പെടെ ധാരാളം വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മെഡിക്കൽ പ്രൊഫഷനിൽ എത്തിച്ച, MBBS ഡെസ്റ്റിനേഷനിൽ എത്തിച്ച ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് ആണ്. എക്സ്പേർട്ട് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്യൂ. കേരളത്തിലെ മികച്ച അധ്യാപകർ മുഴുവൻ ആൽഫ അക്കാഡമിയിലുണ്ട്. നിങ്ങളെ കെയർ ചെയ്യാൻ, നിങ്ങളെ ടീച്ച് ചെയ്യാൻ, നിങ്ങൾക്ക് ഡൗട്ട്സുകൾ തീർത്തു തരാൻ. അങ്ങനെ പഠിക്കും മക്കളെ, മിടുക്കരായി. വെറുതെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളോടൊപ്പം ഓടമുള്ള ഒരു പഠനമല്ല നമുക്ക് വേണ്ടത്. പേഴ്സണൽ അറ്റൻഷൻ ഉള്ള ഒരു പഠനം, സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തുള്ള ഒരു പഠനം. അങ്ങനെ നമുക്ക് പഠിച്ച് 2026 നിങ്ങളുടേതാക്കി മാറ്റാം. അതിന് സപ്പോർട്ടുമായി നമ്മൾ കൂടെയുണ്ട്. കോൺഫിഡൻസോടെ മുന്നേറുക, വിജയം നമുക്ക് ആഘോഷമാക്കി മാറ്റാം. തീർച്ചയായും നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്.